ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒരു ഗെയിം കളിക്കാനൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പിൻ ദ വീൽ ചലഞ്ചാണ്. അപ്പോൾ വീലൊന്നുമില്ല, നമ്മൾ നൈഫ് വെച്ചാണ് കേട്ടോ സ്പിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്പിൻ ചെയ്ത് കിട്ടുന്ന സാധനം ഓരോരുത്തർക്കും കിട്ടും. അതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം. അപ്പോൾ നമ്മൾ 5 പേരാണ് കേട്ടോ എന്ന് കളിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ജോർജുട്ടി കളിച്ചു. എന്നിട്ട് ജോർജുട്ടിക്ക് ബിങ്കോയൊക്കെ കിട്ടി കേട്ടോ. നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് ട്രീസ ആയിരുന്നു. ട്രീസയ്ക്ക് ഇതേ ഒരു ബിസ്ക്കറ്റൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഫൈനലി ഇതേ ഞാൻ എത്തിയിട്ടുണ്ട്, എൻ്റെ കൂടെ എത്തി കേട്ടോ. അതിന് എനിക്ക് കിട്ടിയത് ഓറഞ്ചാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ഗെയിം മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അച്ഛന് അവസരം കിട്ടി കേട്ടോ. അപ്പോൾ അച്ഛന് കിട്ടിയത് എന്താണ്, സ്വീറ്റ്സ് ആയിരുന്നു. അങ്ങനെ അടുത്ത ഊഴം ബി എമ്മയ്ക്ക് വന്നു. ബി എമ്മയ്ക്ക് എന്താ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബി എമ്മയ്ക്ക് വെള്ളമാണ് കിട്ടിയേക്കുന്നത്. അങ്ങനെ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല ഗിഫ്റ്റുമാണ് നമ്മളിവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മുളകുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, നാരങ്ങയുണ്ട്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. അങ്ങനെ എല്ലാ ഐറ്റവും റെഡിയാണ് കേട്ടോ. ആർക്കൊക്കെ കിട്ടും എന്നറിയാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണേ. ഇതാ കുർക്കറെ കിട്ടി ട്രീസയ്ക്ക് വീണ്ടും. എനിക്ക് കിട്ടിയേക്കുന്നത് നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ നാരങ്ങ നമ്മൾ കട്ട് ചെയ്തൊരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്നോട് കടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നാരങ്ങയൊക്കെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല പുളിയുണ്ടായിരുന്നു. നല്ല സാധനമൊന്നും കിട്ടിയാൽ കഴിക്കണ്ട, ചീത്ത സാധനം കിട്ടിയാൽ മാത്രം കഴിച്ചാൽ മതി. അതാണ് കേട്ടോ നമ്മുടെ റൂള്. പക്ഷെ അത് ശരിയല്ലല്ലേ. നമുക്കവിടെ ബിസ്ക്കറ്റും സ്വീറ്റ്സൊക്കെ കിട്ടി. അങ്ങനെയാണെങ്കിൽ അതും കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ അത് പറയുമായിരുന്നു. അപ്പോൾ പൊട്ട സാധനം കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. അച്ഛന് കിട്ടിയത് മുളകാണ്. എന്നിട്ട് അത് കഴിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് മിഠായി കിട്ടിയപ്പോൾ കഴിക്കാൻ പറഞ്ഞില്ല, പക്ഷേ മുളക് കിട്ടിയപ്പോൾ എന്താണെങ്കിലും കഴിക്കണം. അങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ നിയമം. ബി എം കിട്ടിയത് വെണ്ടയ്ക്കയാട്ടോ. അപ്പോൾ ലേഡീസ് ഫിംഗറാണ് ബി എം കഴിക്കാൻ പോകുന്നത്. കടിച്ച് പറിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിനുശേഷം ജോർജുട്ടി വന്നു കേട്ടോ. ജോർജുട്ടിക്ക് ക്യാഷ് ഇവിടെ വെച്ചിട്ടുണ്ട്. ക്യാഷ് വേണമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ എന്താണെങ്കിലും ജോർജുട്ടി കയ്യിൽ നിന്ന് തന്നെ വെച്ച ക്യാഷ് ജോർജുട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ട്രീസ വീണ്ടും കുർക്കുറയൊക്കെ കിട്ടി. അപ്പം കുർക്കുറയും പോപ്കോണും എല്ലാം അവൾക്ക് തന്നെയാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിതേ വീണ്ടും കിട്ടിയത് ഒരു പേരയ്ക്കയാണ്. എനിക്കെല്ലാം ഫ്രൂട്ട്സാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കോമ്പിനേഷൻ. എനിക്കെല്ലാം ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കിട്ടി. ട്രീസൊക്കെ ഇത് കണ്ടോ, കുർക്കുറയും ബിങ്കോയും ഒക്കെയാണ് കിട്ടിയത്. പിന്നെ അടുത്ത ചാൻസ് വിയമയ്ക്കാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ വിയമയ്ക്ക് കിട്ടിയേക്കുന്നത് ബിസ്ക്കറ്റാണ്. നമ്മുടെ 50-50 ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സാധനങ്ങളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ കയ്യിൽ സാധനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫൈനലി ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് എനിക്ക് കിട്ടിയത് വെളുത്തുള്ളിയാണ് കണ്ടോ. പൊട്ട സാധനം കിട്ടുമ്പോൾ മാത്രമാണ് കഴിപ്പിക്കുന്നുള്ളൂ. പേരയ്ക്കയും ഓറഞ്ചൊന്നും കിട്ടിയപ്പോൾ എന്നെ കൊണ്ട് കഴിപ്പിച്ചില്ല കേട്ടോ. ചീത്ത സാധനം കിട്ടുമ്പോൾ കഴിക്കണം. അതെന്തൊരു നിയമമല്ലേ. ഒന്നും കിട്ടുന്നില്ല. സാധനത്തിൻ്റെ എണ്ണം കുറഞ്ഞത് കാരണം നമുക്ക് ഗെയിം ഇങ്ങനെ നീണ്ടു പോവുകയാണേ. നമുക്ക് 20 രൂപ ഒക്കെ കിട്ടി. ഇനി നമുക്ക് 2 ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള വാശിയേറിയ മത്സരങ്ങളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐറ്റം കുറവായത് കാരണം നല്ല പാടുണ്ട് കിട്ടാനായിട്ട്. അതിനുശേഷം നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ പൊസിഷനൊന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രണ്ടും അടുത്തിരിക്കുന്ന കാരണം കിട്ടാൻ പാടായത് കാരണം നമ്മൾ അതിൻ്റെ പൊസിഷനൊന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ടും വെച്ച് ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണേ. എന്നിട്ടും കിട്ടാൻ നല്ല പാടുണ്ടായിരുന്നു. കിട്ടുന്നില്ല കേട്ടോ ആർക്കും. ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഗെയിമൊക്കെ കളിക്കുമ്പം നല്ലൊരു സന്തോഷമാണ് കേട്ടോ നമുക്കൊക്കെ കിട്ടുന്നത്. അപ്പം നമുക്കൊരു ചെറിയൊരു റിലാക്സേഷൻ, എന്താ പറയുക, നമുക്കൊരു ഹെക്റ്റിക്കായിട്ടുള്ള ഒരു വീക്കെൻഡിൽ നമ്മളിങ്ങനെ ഒരു ഗെയിമൊക്കെ കളിക്കുമ്പം നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷവും സുഖമൊക്കെ കിട്ടും കേട്ടോ. നമ്മളെല്ലാവരും നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റ് ജോർജുട്ടിക്ക് കിട്ടി. അതോടുകൂടി നമ്മുടെ ഗെയിമൊക്കെ അവസാനിച്ചു കേട്ടോ. സോ ഇതെന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ. ബൈ.